മാംഗല്യം മംഗസുമംഗലിയാ Eternal Wedding Collections by Chungat Jewelry. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജുവല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈവ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി. അങ്കമാലി നഗരസഭയിൽ ഭരണകക്ഷിയായ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. മുൻധാരണ ലംഘിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ തലസ്ഥാനങ്ങളിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അടിയൊഴുക്കുകൾ ഉണ്ടായാൽ ഒരുപക്ഷെ കപ്പൽ തന്നെ ആടിയുലഞ്ഞ് മുങ്ങിയേക്കാം. വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് അങ്കമാലി നഗരസഭയിൽ കോൺഗ്രസ് ഭരണം മുന്നോട്ടു പോകുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ ശാന്തം എന്ന് തോന്നാമെങ്കിലും കടൽ പ്രക്ഷുബ്ധമാണ്. കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തിയല്ലെന്ന് ഭരണസമിതി കൗൺസിലർമാർ തന്നെ അടക്കം പറയുന്നു. പ്രതിപക്ഷവും ഭരണകക്ഷിയിൽപ്പെട്ട ചിലരും പേനയും പേപ്പറും എടുത്ത് കണക്കുകൂട്ടൽ ആരംഭിച്ചു കഴിഞ്ഞു. 30 കൗൺസിലർമാരാണ് നഗരസഭയിലുള്ളത്. UDF 15, LDF 10, BJP 2, സ്വതന്ത്രർ 3 എന്നിങ്ങനെയാണ് കക്ഷിനില. UDF പാനലിൽ ജയിച്ചവരെല്ലാം കോൺഗ്രസുകാരാണ്. സ്വതന്ത്ര അംഗം റോസലി തോമസിനെ കൂടി ചേർത്താൽ UDF-കാർ 16 ആകും. മറ്റ് 2 സ്വതന്ത്ര അംഗങ്ങളായ വിൽസൺ മുണ്ടാടനും ലക്സി ജോയിയും നിലവിൽ പ്രതിപക്ഷത്തോടൊപ്പമാണ്. അപ്പോൾ ഭരണകക്ഷി 16, പ്രതിപക്ഷം 12, BJP 2 എന്നിങ്ങനെയാണ് നിലവിലെ അവസ്ഥ. ഇവിടെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം വഴിത്തിരിവാകുന്നത്. ആദ്യ പകുതിയിൽ ചെയർമാനായിരുന്ന റെജി മാത്യു സ്ഥാനം രാജിവെച്ച് ഇപ്പോഴത്തെ ചെയർമാൻ മാത്യു തോമസിന് കൈമാറിയപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരും അത് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. മുൻധാരണ റെജി മാത്യുവിന് മാത്രമാണോ ബാധകം എന്നും ഇവർ ചോദിക്കുന്നു. 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ പൊതുമരാമത്ത് ചെയർപേഴ്സൺ സ്ഥാനം ലക്സി ജോയിയെ വിജയിപ്പിച്ച് പ്രതിപക്ഷം നേരത്തെ തട്ടിയെടുത്തിരുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര അംഗം റോസലി തോമസ് രാജിവെക്കണമെന്ന് നിർബന്ധിക്കാനാകില്ല. ധനകാര്യം, വികസനകാര്യം, ആരോഗ്യകാര്യം, ക്ഷേമകാര്യം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ എന്തുകൊണ്ട് മാറ്റമുണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. MLA-യുമായും പാർട്ടി നേതൃത്വവുമായും ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ചില ഭരണകക്ഷി കൗൺസിലർമാർ പറയുന്നത്. സമരാഗ്നി പരിപാടി കഴിയും വരെ കാത്തു നിൽക്കുകയായിരുന്നുവെന്നും ഇനി ക്ഷമിക്കില്ലെന്നും ഇവർ പറയുന്നു. 2-3 ഭരണകക്ഷി കൗൺസിലർമാർ ചുവടുമാറ്റിയാൽ നഗരഭരണം താഴെ വീഴും. 2 കൗൺസിലർമാർ അതിന് ഒരുങ്ങി നിൽക്കുകയാണെന്നും സൂചനയുണ്ട്. കുറച്ചു നാളുകളായി കോൺഗ്രസ് പാർട്ടിയുടെയും നഗരസഭയുടെയും പല പരിപാടികളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു നിൽക്കുകയാണ്. വിഷയം രമ്യമായി പരിഹരിച്ച് നഗരഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി നേതൃത്വം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം അട്ടിമറിക്ക് വല്ല സാധ്യതയുമുണ്ടോ എന്ന് ശ്രദ്ധാപൂർവം നോക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടൊന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. എലഗന്റ് ഡിസൈൻ, ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.